Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ കപ്പലൊക്കെ തയ്യാറാക്കി ബ്ലാക്ക് ക്ലൗഡ്സിലൂടെ യാത്ര ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എത്തേണ്ട ഭാഗത്ത് ഒരുപാട് നേവിക്കാരുടെ കപ്പലുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോകാനായിട്ട് തയ്യാറാവും. ജിംബയും സോറോയും അവർ രണ്ടുപേരും ഓടി അവിടേക്ക് എത്തുന്ന അതേ സമയം ആ ഒരു കുതിര എൽഡർ ആൾ അവിടേക്ക് വന്ന് ഇപ്പൊ കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജിംബയാണെങ്കിൽ സോറോയെ ആ ഒരു എൽഡറിന് നേരെ തൂക്കിയെറിയും. സോറോ അവന്റെ 2 സ്ക്വാഡ് ഉപയോഗിച്ച് ആ എൽഡറുമായിട്ട് പോരാട്ടം നടത്തുമെങ്കിലും എൽഡറിന്റെ പവർ വളരെ കൂടുതലാണെന്ന് ആദ്യത്തെ അറ്റാക്കിൽ തന്നെ സോറോ അവൻ തിരിച്ചറിയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നേവിക്കാര് അവരാണെങ്കിൽ ആ ജയൻസിന്റെ കപ്പലുകൾ അതങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ കപ്പലിനെ വെറുതെ വിടാനായിട്ട് പാടില്ല. ഓൾറെഡി നമ്മൾ ആ ഒരു ഐലാൻഡിൽ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം അതിതാണ്, ഈ ഷിപ്പ് ഓഫ് ലെജൻഡറി നമുക്ക് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ തുരുതുര അതിനെ ഷൂട്ട് ചെയ്ത് തകർക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഷിപ്പ് ഓഫിന്റെ ഒരു സാധാരണ പഴയ കപ്പലാണെന്ന് കരുതി നിങ്ങൾ ഇതിനെ തകർക്കണമെന്ന് പറഞ്ഞ് ആ ഒരു സീനിയർ ഓഫീസർ ആണെങ്കിൽ സോൾജിയേഴ്സിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോഴും കപ്പലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ ലൂഫിയാൻ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അത് പോസിബിൾ ആവില്ല. അവരെല്ലാവരും ഒരുമിച്ചെത്തിയാൽ മാത്രമേ അവർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയുകയുള്ളൂ. സാഞ്ചി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇപ്പൊ വിളിച്ചു കൂവാണ്, ലൂഫി നീ എവിടെയാണ്? നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സാഞ്ചി ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് അപ്രകാരം വിളിച്ചു പറഞ്ഞതെങ്കിലും സാഞ്ചിയുടെ വാക്കുകൾ അത് ലൂഫി കേൾക്കും. ലൂഫിയുടെ മറുപടി അതൊട്ടും തന്നെ വൈകാതെ സാഞ്ചിയെ തേടി തിരികെ വരികയാണ്. സാഞ്ചി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അവിടുന്ന് കടന്നു പോകണമെന്ന് പറയും. അത് കേട്ട് ഇവിടെ സാഞ്ചിക്ക് ഭയങ്കര സന്തോഷം. ജയൻസ് ആണെങ്കിൽ അവരുടെ കപ്പലിന്റെ അടുത്തേക്ക് എത്തും. കപ്പലിലുണ്ടായിരുന്നവർക്ക് അവരുടെ ക്യാപ്റ്റൻസിനെ കണ്ട് ഒത്തിരി സന്തോഷം. ഇത്രയും നേരം അറ്റാക്കല്ല ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ജയൻസ് ആണെങ്കിൽ ഇപ്പൊ തിരികെ നേവിക്കാരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ജയൻസ് ആണെങ്കിൽ അവരുടെ കപ്പലിന്റെ അടുത്തേക്ക് വന്ന് നേവിക്കാരുടെ കപ്പലിലേക്ക് വലിയ വലിയ അമ്പുകളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല നേവിക്കാരെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അവരെ ഭയപ്പെടുത്തി വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിയെടുത്ത് കപ്പലണ്ടി മിഠായി കഴിക്കും പോലെ കഴിക്കുമെന്ന് പറയും. അത് കേട്ട് സോൾജിയേഴ്സ് ആണെങ്കിൽ ഓടും. പക്ഷെ ദൂരത്തായിട്ട് അഡ്മിറൽസ് ആണെങ്കിൽ വിളിച്ചു പറയും, സോൾജിയേഴ്സ് ആരും തന്നെ ഓടി രക്ഷപ്പെടാനായിട്ട് പാടില്ല, നമ്മളെ അറ്റാക്ക് ചെയ്തവരെ തിരികെ അറ്റാക്ക് ചെയ്യണം, അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് വമ്പ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും. സോൾജിയേഴ്സ് ആണെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങളെ പോലും നിർത്തുന്നില്ല, അവർ ഞങ്ങളെ തോക്കി എറിയാണ്. വൈസ് അഡ്മിറൽസിനാണെങ്കിൽ ഇതെല്ലാം കണ്ട് ടെൻഷൻ കൂടും. വൈസ് അഡ്മിറൽസ് ആണെങ്കിൽ നേവി കപ്പലുകളോട് ഇപ്പൊ ആ ജയന്റ് കപ്പലുകളെ നിർത്താതെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ വൈസ് അഡ്മിറൽ ആയിട്ടുള്ള ലേഡി അവരാണെങ്കിൽ ഇപ്പൊ സീ മോൺസ്റ്റേഴ്സിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സീ ബീസ്റ്റുകളുടെ അറ്റാക്കില് ഇപ്പൊ ജയൻസിന്റെ കപ്പലില് ചെറിയൊരു ക്രാക്ക് വീഴുകയാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ മറ്റൊരു അഡ്മിറൽ ലേഡി അവളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോ ജയൻസിനെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് വരും. ആ കാഷി എന്ന പേരുള്ള ജയന്റ് ആണെങ്കിൽ അവളെ നൈസായിട്ട് ടച്ച് ചെയ്ത് തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവളുടെ അടി അതങ്ങനെ ഇടി പോലെ ആ ജയന്റിന്റെ ദേഹത്തൊന്ന് വീഴുകയാണ്. അത് താങ്ങാൻ കഴിയാതെ അവൻ കടലിലേക്ക് വീഴും. പക്ഷെ എൽഡർ ലേഡി ആണെങ്കിൽ അപ്പോഴും അവളുടെ പഞ്ച് നിർത്താനായിട്ട് തയ്യാറാവില്ല. അവൾ വീണ്ടും വീണ്ടും അവന് പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാണിച്ചുകൊണ്ട് അവൾ ബാക്കിയുള്ള എൽഡേഴ്സിനെ വെല്ലുവിളിക്കാനായിട്ട് തുടങ്ങും. വെൽഡേഴ്സിനാണെങ്കിൽ താഴെ വീണ് കിടക്കുന്ന എൽഡറിനെ കാണുമ്പോൾ ഒരുപാട് വിഷമവും അതുപോലെ തന്നെ അവനെ വീണ്ടും വീണ്ടും ഇടിക്കുന്ന ആ ഒരു വൈസ് അഡ്മിറലിനെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫി എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്, അവൻ എവിടെയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. ആക്ച്വലി അവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഒരു പന്നി എൽഡറിനെ അവനെ കാണാനില്ല. എന്ത് സംഭവിച്ചു? അവൻ പെട്ടെന്ന് ഇത് എവിടേക്ക് വാനിഷായി, ഇനി മറ്റേതെങ്കിലും ഭാഗത്തൂടെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും. ഇവിടെ ജയൻസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. സോ അതിനെ ഡൈവേർട്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു വരണമെന്ന് മാത്രമാണ് അവരുടെ ചിന്തയിൽ ഇപ്പോൾ ഉള്ളത്. ജയൻസ് ആണെങ്കിൽ ലൂഫിയോട് പറയും, നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം കപ്പലിലേക്ക് പോകണം, ഇതാണ് പറ്റിയ അവസരം. കട്ട് ചെയ്ത ഇവിടെ ജയന്റ് റോബോട്ടിനെ കാണിക്കും. അതാണെങ്കിൽ അതിന്റെ ജയന്റ് കാലുപയോഗിച്ച് ഭൂമിയിൽ വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ച് അങ്ങനെ നടന്നു വരികയാണ്. അത് ഐലാൻഡ് മുഴുവൻ അന്വേഷിക്കുന്നത് ലൂഫിയാണ്, ചോയ് ബോയിയെ. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ എൽഡേഴ്സിനെ കാണിക്കും. ആ എൽഡേഴ്സ് എല്ലാവരും തന്നെ ഇപ്പൊ ആ ജയന്റ് റോബോട്ടിനെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആ ഒരു ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വലിയ റോബോട്ടിലാണ്. ഇവിടെ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് തന്റെ ബ്രോഡ്കാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരേ ഒരു പോയിന്റ് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനും
സ്പെസിഫൈ ചെയ്യാനും ബാക്കിയുള്ളത്. ഇവിടെ എൽഡേഴ്സിനാണെങ്കിൽ അവരുടെ ദേഷ്യം കൂടി വരും. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ഇങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് യാതൊരു അനക്കവും ഇല്ലാതെ കടന്നിരുന്ന ഈ ഒരു റോബോട്ട് അതെങ്ങനെ പെട്ടെന്ന് ഇപ്പൊ അവേക്കനായി ചിന്തിച്ച് അവനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു സംശയം തോന്നും. ആക്ച്വലി 200 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വലിയ വാർ നടത്തിയത് ഒരു ജയന്റ് അയൺ റോബോട്ടാണ്. അവർ ഇങ്ങനെ വീണ്ടും ഇവിടേക്ക് എത്തിയെന്ന് അവർക്ക് മനസ്സിലാവില്ല. ചിലരാണെങ്കിൽ തർക്കിക്കും, അല്ല ഒരിക്കലുമല്ല, ഇത് ആ റോബോട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ചിലർ അടിച്ചു പറയും, അതെ സംശയിക്കാനൊന്നുമില്ല, ഇതാ പഴയ ജയന്റ് റോബോട്ട് അത് തന്നെയാണ്. വീണ്ടും ആ വാർ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള സൂചകമായിട്ടാണ് അതിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതാ ഡോക്ടർ ആണെങ്കിൽ വീണ്ടും ഇപ്പോൾ ആളുടെ അവസാനത്തെ പോയിന്റ് അത് പറയാനായിട്ട് തുടങ്ങുകയാണ്. ആരുടെയൊക്കെ പേരുകളിൽ ഡി എന്നുള്ള സ്പെല്ലിംഗ് അത് വരുന്നോ അവർക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഡോക്ടർ ആണെങ്കിൽ ആ പോയിന്റ് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ആ എൽഡേഴ്സ് എല്ലാവരും ആ റോബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കുകയാണ്. ഇവിടെ സാബുയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. ഡ്രാഗൺ, ലൂഫി, അങ്ങനെ ഒരുപാട് പേർക്ക് ആ ഡി എന്നുള്ള ലെറ്റർ അവരുടെ പേരിൽ വന്നിട്ടുണ്ട്. സോ അവരാരായിരിക്കും അവൻ ചിന്തിച്ച് ഒരു സെക്കൻഡ് ഷോക്കാവും. ഇവിടെ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പം ആ പേരിൻ്റെ പ്രത്യേകത അത് പറയാനായിട്ട് തുടങ്ങുന്ന ആ നിമിഷം ആ എൽഡേഴ്സ് അവർ ചാടി വന്ന് ആ റോബോട്ടിനെ പഞ്ച് ചെയ്യാണ്. വലിയൊരു ഇട്ടി അത് ഏറ്റുവാങ്ങിയ അടുത്ത നിമിഷം തന്നെ ആ കണക്ഷൻ കട്ടായി. റോബോട്ട് ആണെങ്കിൽ ഇപ്പൊ കടലിലേക്ക് അങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അവിടെ ഒരുപാട് മറൈൻ കപ്പൽസുകളുണ്ട്, അത് മുഴുവൻ തകർത്ത് വലിയ റോബോട്ട് ആണെങ്കിൽ കടലിലേക്ക് വീഴും. നേവിക്കാരാണെങ്കിൽ ഉച്ചത്തില് ബഹളം ഉണ്ടാക്കുകയാണ്. ഇവിടെ എൽഡേഴ്സ് ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അവർ വിചാരിച്ചതുപോലെ തന്നെ ജയന്റ് റോബോട്ടിനെ അവർക്ക് തകർത്ത് താഴിടാൻ കഴിഞ്ഞു. മാത്രമല്ല ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് തടയാനും അവർക്ക് സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോ ഭാഗത്തുള്ള ജനങ്ങൾ അവർ ഷോക്കാവും, എന്തു പറ്റി, എങ്ങനെയാണ് ഈ ബ്രോഡ്കാസ്റ്റ് അത് അവസാനിച്ചത്, നമ്മുടെ സ്നെയിലിന് എന്തെങ്കിലും പറ്റിയതാണോ അതോ അദ്ദേഹത്തിന്റെ ബ്രോഡ്കാസ്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാണോ ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. പലർക്കും ആ പേരിന്റെ രഹസ്യം അതെന്താണെന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു മിസ്റ്ററിയായി മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ റോബോട്ടിന്റെ അകത്ത് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്നെയിൽ കാണിക്കും. അതാണെങ്കിൽ വെള്ളത്തിലേക്ക് വീണിരിക്കുകയാണ്. അതിലൂടെയാണ് കട്ടായതും ബ്രോഡ്കാസ്റ്റ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയതും. ഇവിടെ ജോയ് ബോയ് റോബോട്ട് ആണെങ്കിൽ പതിയെ കടലിന്റെ അടുത്തട്ടിലേക്ക് പോകും. അവൻ അപ്പോഴും ജോയ് ബോയ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജോയ് ബോയ്, നീ എവിടെയാണ്, നിന്നെ കണ്ടെത്താനാണ് ഞാൻ ഇത്രയും ശ്രമിച്ചതെന്ന് പറഞ്ഞ് കടലിന്റെ അടുത്തട്ടിലേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.